ടൈനി ഡീറ്റെയിൽസ് വന്നിട്ടുള്ള ഒരു കട്ട് വർക്ക് പാറ്റേൺ. ആൻഡ് നമുക്കതിനകത്ത് ബോഡി ഫുൾ ഒരു ടസർ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. നല്ല പ്രൈസ് റേഞ്ചിൽ ഒരു ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ വളരെ നല്ലൊരു കളക്ഷനാണ് കേട്ടോ. നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. ആൻഡ് ഇത് കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യാം. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആണ്. പക്ഷേ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട്ട് വർക്ക് ആക്ച്വലി വളരെ ടൈനി ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആട്ടോ. നമ്മളിപ്പോൾ പൊതുവേ കാണാറുള്ളത് കുറച്ച് വലിയ ഡീറ്റെയിൽസ്, പക്ഷേ ഇത് ആക്ച്വലി ഇത് കട്ട് ചെയ്ത് എടുക്കാൻ കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആണ്, കുറച്ചും കൂടെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആയതുകൊണ്ട്. സോ വി ഹാവ് എ കോൺട്രാസ്റ്റ് ഫ്ലോറൽസ് ഇൻ ദിസ് വൺ. ഫ്ലോറൽസും നല്ല ഭംഗിയായിട്ട് കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിനകത്തെല്ലാം ആ ഒരു ഗ്രീനിനെ ഔട്ട്ലൈൻഡും കൂടെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിങ്കിൻ്റെ തന്നെ ഒരു ഔട്ട്ലൈൻ അതിനകത്ത് ജസ്റ്റ് ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലത്തെ ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട്. ആൻഡ് ലൈറ്റ് വെയ്റ്റ് സാരിയാണ് കേട്ടോ, വെയ്റ്റും അധികം ഇല്ല. ആൻഡ് നമുക്കിതിനകത്ത് 4 ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് റേഞ്ചസ് 3899 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. SPP 168 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു മെറ്റാലിക് ഡാർക്ക് ടോണിലോട്ട് പോയേക്കുന്ന ഗ്രീൻ ഷെയ്ഡ്. ആൻഡ് ദിസ് ഇസ് സംതിങ് ലൈക്ക് വെരി ലൈറ്റ് ഷെയ്ഡ് ഓഫ് എ ഗ്രേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ആക്ച്വലി ഒരു ഗ്രേ ടിൻഡഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വയലറ്റ് ഷെയ്ഡാണ്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. വയലറ്റിൻ്റെ അത്ര ഡാർക്ക് ആയിട്ടില്ല ആക്ച്വലി. ഞാൻ പറയാം ഗ്രേപ്പിൻ്റെ ഒരു ഭയങ്കര ലൈറ്റ് ടോൺ ഓഫ് ഗ്രേപ്പ് വന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഷെയ്ഡിലാണ്. ആൻഡ് ഇതിൻ്റെ അകത്തെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ആൻഡ് എംബ്രോയിഡറി ഒക്കെ സെയിം ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. കട്ട് വർക്ക് ചെയ്തേക്കുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞു പാറ്റേൺസിനകത്ത് കട്ട് വർക്ക് ചെയ്തേക്കുന്നത് അതും ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഇറ്റ്സ് മോർ ലൈക്ക് ഫ്ലോറൽസ് ക്രൗഡഡ് ടുഗെദർ, അങ്ങനത്തെ ഒരു ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. അത് സെയിം കളർ തന്നെയാണ് കേട്ടോ, സാരിയുടെ സെയിം ഷെയ്ഡിൽ തന്നെയാണ് ആ ഒരു കട്ട് വർക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ബ്ലൗസ് ഓൾസോ റണ്ണിങ്ങിലാണ്. ആൻഡ് അതിനകത്ത് ബോർഡർ പാറ്റേൺ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്, സ്ലീവിൽ കൊടുക്കാനുള്ള ഒരു വർക്ക് ഡീറ്റെയിലിംഗ്. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് എ ബ്യൂട്ടിഫുൾ മോവ് പിങ്ക് ടോൺ. ആൻഡ് മോവ് പിങ്കിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത് മോവ് പിങ്ക് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ആൻഡ് ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇതാണ്. നല്ല ഭംഗിയുള്ള കളറാട്ടോ. എനിക്ക് എൻ്റെ കൂടെ ഗ്രീൻ വന്നിരിക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ദി പെർഫെക്റ്റ് ടോൺ ഓഫ് ഗ്രീൻ ടു പെയർ വിത്ത് ദിസ് ഷെയ്ഡ്. ആൻഡ് ഇതിനകത്ത് ഫ്ലോറൽസ് കുറച്ചൊന്ന് സട്ടിലും കൂടെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ബിക്കോസ് ലൈറ്റ് ഡിഫറൻസേ വരുന്നുള്ളൂ. കുറച്ചൊന്ന് ബ്രൈറ്റ് ആണ്, ബാക്കി ഇതിൻ്റെ അകത്ത് ബോഡിയുടെ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ്, അത്രേ വരുന്നുള്ളൂ. ദിസ് ഇസ് ദി തേർഡ് ഷെയ്ഡ്. ആൻഡ് ഇറ്റ്സ് വെരി പ്രിറ്റി. നല്ലൊരു കളറാട്ടോ. ഒക്കേഷന് നമ്മൾ ഉടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നത്. ഇറ്റ്സ് വെരി ക്ലോസ് ടു ഫ്ലഷ് ടോൺ, ഫ്ലഷിൻ്റെ ഒരു ഡാർക്ക് ടോൺ പോലെ അങ്ങനത്തെ ഷെയ്ഡാണ്. ദെൻ വി ഹാവ് എ മെഹന്തി ടോൺ, ഒരു ഗ്രീനിൻ്റെ തന്നെ ഒരു മെഹന്തി ഷെയ്ഡിലോട്ട് പോയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. ആൻഡ് ദിസ് ഓൾസോ ഇസ് വെരി ബ്യൂട്ടിഫുൾ ഓൺ ദിസ് കളർ. ആ ഒരു കോൺട്രാസ്റ്റ് നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് പിങ്ക് കുറച്ചുകൂടി നന്നായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. 3899 റേഞ്ചിന് വന്നിരിക്കുന്ന ടസർ ഫിനിഷ് കട്ട് വർക്ക് സാരീസ്. ആൻഡ് ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ് ആസ് വെൽ. www.aham.store. ഗീച്ച ടസർ ഫിനിഷിനകത്ത് വന്നിരിക്കുന്ന ഈസി ടു മെയിൻറ്റെയിൻ ആയിട്ട് വരുന്ന ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലാസിക് ലുക്ക്, ഗുഡ് ടു വെയർ ഫോർ ഓഫീസ് വെയർ, അങ്ങനത്തെ വർക്ക് വെയറിന് പറ്റുന്ന കളക്ഷനാണ് കേട്ടോ. 2599 റേഞ്ചിലാണ് ഇത് വന്നിരിക്കുന്നത്. ആൻഡ് എല്ലാത്തിൻ്റെ അകത്തും ഈ ഒരു ഓഫ് വൈറ്റ്, ക്രീമി ഓഫ് വൈറ്റ് ഷെയ്ഡിൻ്റെ കൂടെ ഈ ഒരു കോമ്പിനേഷൻസ് വന്നിരിക്കുകയാണ്. ആൻഡ് വിത്ത് ഗീച്ച ടസറിൻ്റെ ഫിനിഷിൻ്റെ കൂടെ തന്നെ സെറി വോവൺ മോട്ടീവ്സും കൂടി ഇതിൻ്റെ അകത്ത് സ്കാറ്റേഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 കളേഴ്സാണ്. ഈ ഒരു റസ്റ്റി ടോൺ, ഒരു ബ്രിക്ക് ഷെയ്ഡാണ്, പക്ഷേ അതിനകത്ത് കുറച്ചും ഒരു ഓറഞ്ച് ടോണും കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ഗ്രേ, ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ്. ആൻഡ് ഒരു ലീഫ് ഗ്രീനിൻ്റെ തന്നെ വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ടോണും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് കേട്ടോ അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ടയുടെ ടെക്സ്ചേർഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടി ലൈറ്റ് വീവിങ് സ്റ്റൈലാണ് വിത്ത് സെറി ബോർഡറാണ്. ആൻഡ് വി ഹാവ് എ പാനൽ ഡീറ്റെയിലിംഗ് ഹിയർ വിത്ത് സെറി ഹൈലൈറ്റ്. ഇത് കമ്പ്യൂട്ടറൈസ് മെഷീൻ എംബ്രോയിഡറിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തെടുത്തേക്കുന്ന ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. സറ്റൂൺ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. KSD 118 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഗ്രീൻ ടോൺ വന്നിരിക്കുന്നത്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ്. ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് എഫേർട്ട് ഇടാണ്ട് നമുക്ക് എവറിഡേ ജുവലറിയുടെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ്. സോഫ്റ്റ് സറ്റൂൺ മെറ്റീരിയൽ.
ആൻഡ് അതിനൊരു ഷീനുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന സെറ്റ് കൊണ്ടൊരു ലൈറ്റ് ഷീനുള്ള മെറ്റീരിയലാണ്. ഡയഗണൽ വീവ് ജറി ബോർഡർ, ഫുള്ളൊരു ബാസ്ക്കറ്റ് ഇങ്ങനെ വീവ് ചെയ്തേക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രിൻറ്റിന് കൊടുത്തേക്കുന്നത്. വൺ സൈഡ് വൈറ്റിഷ്നെസ് വരും സബ്ലിമേഷൻ പ്രിൻറ്റിൽ ചെയ്തേക്കുന്നത് കാരണമായിട്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഡാർക്ക് ഗ്രേ, ഓൾമോസ്റ്റ് ഒരു ചാക്കോൾ ഫീല് വരുന്നുണ്ട്, ചെറുതായിട്ട് ലൈറ്റ് അങ്ങനത്തെ ഒരു ഫീലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബാക്ക് പാനൽ ജസ്റ്റ് സെറി വീവിങ് പാറ്റേൺ ഇതിനകത്തും കൂടി വന്നിട്ടുണ്ട്. സെയിം റണ്ണിങ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അതും പ്രിൻ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ടെക്സ്ചർ ഫീൽ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം. അതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ഈസി ടു മെയിൻറ്റെയിൻ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിലൊക്കെ പറ്റുന്ന കളക്ഷൻ. KSD 118, പ്രൈസ് 2599. എംബ്രോയിഡേർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻ വിത്ത് പ്രിൻറ്റഡ് ഹൈലൈറ്റ്സ്. നമുക്ക് കാന്ത എംബ്രോയിഡറി, ഹാൻഡൻ ആയിട്ടുള്ള കാന്ത എംബ്രോയിഡറി ഇൻ ഡാർക്ക് പാലറ്റ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നമുക്ക് ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. 1979 പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ലുക്കും ആൻഡ് അതിനകത്ത് പ്ലേസ്മെൻറ്റ് ചെയ്തേക്കുന്ന ഒരു ഡിസൈനും കൂടെയാണ്. ഇത് കുറച്ച് റെയർ ആയിട്ടുള്ള ലുക്കാട്ടോ. നമ്മൾ എപ്പോഴും വെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു യോക്ക് പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബോർഡർ പ്ലേസ്മെൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി നമുക്കിതിൻ്റെ അകത്ത് അപ്പർ പോർഷനിൽ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ്റെ അകത്ത് ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് എ വേവ് ഇൻസ്പയർഡ് അല്ലെങ്കിൽ ഒരു ലീഫ് ഇൻസ്പയർഡ് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു പ്രിൻറ്റ് ഡിസൈൻ സപ്ലിമേഷൻ പ്രിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ചന്തേരി ഫിനിഷാണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കുമാണ് കേട്ടോ. ആൻഡ് വി ഹാവ് എ ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി ഹൈലൈറ്റ് ആസ് വെൽ. ട്രീ ഡിസൈൻസ് ആണ് അതിനകത്ത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് വിത്ത് ലീഫ് പാറ്റേൺസ് ആൻഡ് ഈ ഒരു അസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ലുക്ക് വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ദുപ്പട്ടയിലും ആ ഒരു ലീഫ് ഡിസൈനിനെ കാന്ത എംബ്രോയിഡറി വെച്ച് ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ആൻഡ് VAN 110 എന്ന കോഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് ഇസ് എ ഗ്രീൻ ടോൺ ആൻഡ് ദെൻ വി ഹാവ് ദിസ് വൺ. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ബർഗൻഡിക്ക് ക്ലോസർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ബാക്ക് ഫുൾ ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ലീഫ് പ്രിൻറ്റ്, ആക്ച്വലി ഇതൊരു ലീഫിൻ്റെ സോ മെനി ലീവ്സ് ടുഗെദർ അങ്ങനത്തെ ഉള്ളൊരു പ്രിൻ്റാണ്. ആൻഡ് വിത്ത് പ്ലേസ്മെൻറ്റ് ഡിസൈൻ. And then we have this dupatta. ഞാൻ നെക്സ്റ്റ് കണ്ടാത്തത് എങ്ങനെയാണ് റിവേഴ്സ് സൈഡിലൊന്ന് പിടിച്ച് കാണിക്കാം കേട്ടോ. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് വിത്ത് ടോപ്പ്. ആൻഡ് അതിനകത്ത് സെറിയുടെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് കൂടെ വരുന്നുണ്ട്. ഭയങ്കര സുഖമുള്ള ദുപ്പട്ടയാണ് കേട്ടോ. കണ്ടത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു ഫോളുമുള്ള മെറ്റീരിയൽ തന്നെയാണ്. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ഷെയ്ഡ് ഓപ്ഷൻ ആൻഡ് ഈ ഒരു സെയിം ഷെയ്ഡ് തന്നെയാണ് അതിൻ്റെ ബോട്ടമായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ്, ഇപ്പം ഇഫ് യു വോണ്ട് ഗോ എ ലിറ്റിൽ ക്രേസി യു ക്യാൻ ആക്ച്വലി. പക്ഷേ ഇതിനകത്ത് കുറച്ച് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്കല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് പോകും. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ it's going to be a little different. It's going to look upside down definitely. പക്ഷേ you can actually, I might do it എന്നുള്ളൊരു രീതിക്ക് ഫോർ എ ചേഞ്ച് ഐ മൈറ്റ് ഡു ഇറ്റ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട് നമുക്ക് സ്ലീവ്സിനൊക്കെ കൊടുക്കാൻ പാകത്തിനായിട്ട്. ദിസ് ഇസ് ദി ബ്ലൂ ഷെയ്ഡ്. ഒരു പീകോക്ക് ബ്ലൂവിൻ്റെ തന്നെ ഒരു ഡാർക്ക് ടോൺ പോലെയാണ് വന്നിരിക്കുന്നത്. അതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ദുപ്പട്ട നോക്കിക്കഴിഞ്ഞാൽ വൺ സൈഡിൽ വി ഹാവ് a little more crowded അല്ലെങ്കിൽ ഹാപ്പനിങ് ആൻഡ് ടുവേഴ്സ് ദി അതർ സൈഡ് ലൈറ്റർ ആയിട്ടുള്ള ഒരു ലുക്കിലും കൂടെയാണ് പോയേക്കുന്നത്. യു ക്യാൻ ചൂസ് വിച്ച് വൺ. രണ്ട് സൈഡിലൂടെ ആണെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് അതിനകത്ത് വിസിബിൾ ആവും. ആക്ച്വലി അപ്പർ പോർഷനിൽ വേറെ അധികം ഡീറ്റെയിൽ വരാതിരിക്കുമ്പോഴത്തേക്ക് യു ക്യാൻ ഡ്രേപ്പ് ഇറ്റ് ടു സൈഡ്സ്. ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. ആൻഡ് ദെൻ വി ഹാവ് ഗ്രീൻ. ഇതാണ് എൻ്റെ ഗ്രീനിൻ്റെ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഈ ഷെയ്ഡിലാണ് ഗ്രീനിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. VAN 110 എന്ന കോഡിൽ പ്രൈസ്ഡ് അറ്റ് 1979. അഫോർഡബിൾ ആണ് ആൻഡ് ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാനും നല്ലതാണ്. നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ഷീനുണ്ട് ഫാബ്രിക്കിന് ഇറ്റ് സെൽഫായിട്ട്. ആൻഡ് നമുക്കിത് പിന്നെ നമുക്ക്
അല്ലാണ്ട് യൂസ് ചെയ്യാനും കുഴപ്പമില്ല. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store.